ഇന്ന് നാം സമൂഹത്തെ നോക്കുമ്പോൾ ഒരു നല്ല വില കൂടിയ ഭവനം ഒരാളിനെ ലഭിക്കുമ്പോൾ മറ്റുള്ളവർ അവനെക്കുറിച്ച് പറയാറുണ്ട്, അവൻ ഭാഗ്യവാൻ. ഗവൺമെൻറ് തലത്തിൽ നല്ലൊരു ജോലി, നല്ലൊരു പൊസിഷൻ ഒരാളിനെ ലഭിക്കുമ്പോൾ മറ്റുള്ളവർ പറയാറുണ്ട്, അവൻ ഭാഗ്യവാൻ. നല്ലൊരു കുടുംബജീവിതം ലഭിക്കുമ്പോൾ മറ്റുള്ളവർ പറയാറുണ്ട്, അവൻ ഭാഗ്യവാൻ. പക്ഷേ ദൈവം ഭാഗ്യവാൻ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? സങ്കീർത്തനം 112 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. അപ്പോൾ ദൈവം ഇന്ന് ലോകപ്രകാരമുള്ള മറ്റുള്ളവർ നമ്മെ ഭാഗ്യവാനെന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ദൈവം ഒരു വ്യക്തിയെ ഭാഗ്യവാനെന്ന് പറയുന്നതാണ്. അതാരെക്കുറിച്ചാണ്? യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യനാരാണ്? അവനാണ് ഭാഗ്യവാൻ. ആ ഭാഗ്യ പദവി ലഭിച്ച വ്യക്തികൾക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, ഒന്ന്, അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ഇന്ന് തലമുറകളെക്കുറിച്ച് ഭാരപ്പെടുന്ന ഒത്തിരി മാതാപിതാക്കളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ കാലഘട്ടം നാം എടുത്ത് പരിശോധിക്കുന്നുവെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ കഞ്ചാവിനും ലഹരിക്കും അടിമകളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ തലമുറകളെക്കുറിച്ച് നീറിപ്പുകയുന്ന ഒത്തിരി കുടുംബങ്ങളെ, ഒത്തിരി മാതാപിതാക്കളെ ഈ കാലഘട്ടത്തിൽ കാണുവാൻ കഴിയുന്നു. പക്ഷേ ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ നമ്മുടെ തലമുറകളുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, നല്ല ഭാവിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ഒരു പിതാവ്, ഒരു മാതാവ് നേരോട് എത്രത്തോളം ദൈവസന്നിധി നടക്കുമോ അതനുസരിച്ച് ദൈവം നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കും. അടുത്തവിടെ കാണുവാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ ഭാഗ്യ പദവി ലഭിച്ച ഒരു വ്യക്തി ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിൽ ഉണ്ടാകും. ഐശ്വര്യം എന്ന് പറയുന്നത് പുറമേ കാണുന്ന സൗന്ദര്യമല്ല, പുറമേ കാണുന്ന ആ ഒരു ഐശ്വര്യത്തെക്കുറിച്ചല്ല അവിടെ കാണുന്നത്. നമ്മുടെ ഭവനത്തെ നോക്കിയിട്ട് ചുറ്റുപാടുള്ളവർ പറയണം, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയണം, അതൊരു ഐശ്വര്യമുള്ള ഭവനമാണെന്ന്. ബൈബിൾ പ്രകാരം പഠിപ്പിക്കുന്നു, ഒരു നീതിമാൻ്റെ ഭവനം സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഗീതങ്ങൾ മുഴങ്ങുന്ന ഭവനമാണ്. സാത്താൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബജീവിതം തകർന്നു പോകണം, നമ്മുടെ കുടുംബത്തിനകത്ത് നിരാശ ഉണ്ടാകണം, നമ്മുടെ കുടുംബത്തിനകത്ത് അനുഗ്രഹം ഉണ്ടാകരുതെന്ന് സാത്താൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഐശ്വര്യവും സമ്പത്തും നമ്മുടെ വീട്ടിൽ ഉണ്ടാകും. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. മാത്രമല്ല, അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. ഈ 112ാം സങ്കീർത്തനത്തിൽ ദൈവം ഒരു ഭാഗ്യവാന് നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം ഭാഗ്യവാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിക്ക് നൽകിയിരിക്കുന്ന അനേക അനുഗ്രഹങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്രകാരം ഈ ദിവസം അതിനകത്ത് കിടക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലും ദൈവം നൽകട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.